ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയെ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ. അപ്പൊ ഇനി ബുദ്ധിമുട്ടിപ്പിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അതല്ല അളിയ, ഞാൻ ചന്ദ്ര, പുല്ലാനിപ്പാടത്തിന്റെ കരയില് 2 ഏക്കർ വസ്തു കിടപ്പുണ്ട്. അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ? അത് തന്നെ ഞാനിപ്പോ പറയാൻ വന്നത്. എനിക്കറിയാം, 20 കൊല്ലായില്ലേ തൊപ്പി തലയിലേറ്റിട്ട്. നീ ആ ബാക്കി കൂടി ഒഴിച്ചേ. നീയായി, നിന്റെ കാര്യായി. നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളൊക്കെ വിറ്റ് തുറച്ചിട്ടാ അങ്ങ് പോയത്. അയ്യോ അല്ല, ഞാൻ നീ അങ്ങനെ ചെയ്യുമെന്നല്ല. ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കണില്ല. നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ. തൽക്കാലം ഞാൻ അത് വെക്കണില്ല. അത് തന്നെ. അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റാക്കാൻ നോക്ക. അയ്യേ, നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം. അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ? അത് പോയി. ഇനിയുണ്ട് നിന്റെ ഇങ്ങനത്തെ ചോന്ന കുപ്പി. വാ, കഞ്ഞി കുടിക്കാം.